ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പൊട്ടുവെള്ളരി വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഷേക്കാണ് കേട്ടോ. അത് 2 തരത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ 2 തരത്തിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. വളരെ രുചികരമായ ഈ നോമ്പിന് നമുക്ക് ദാഹവും ക്ഷീണമെല്ലാം അകറ്റാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊട്ടുവെള്ളരി നിങ്ങൾ കണ്ടില്ലേ, കിഴക്ക് ഭാഗത്ത് കൂടുതൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഈ പൊട്ടുവെള്ളരിയുടെ മൂടൊക്കെ ഇങ്ങനെ വിടർന്ന് വന്നാൽ ഇത് പഴുത്തു പാകമായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള പൊട്ടുവെള്ളരിയാണ് നമുക്ക് ഷേക്ക് അടിക്കാൻ വേണ്ടത്. ഞാനിവിടെ ഇതിൻ്റെ പകുതി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ പകുതി വെച്ചിട്ട് 2 തരത്തിലുള്ള ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് പൊട്ടുവെള്ളരി ഒന്ന് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം നമുക്ക് നീക്കം ചെയ്ത് കൊടുക്കാം. ഈ കുരു നമുക്ക് ശർക്കരപ്പാനിയും തേങ്ങ ചിരകിയതും ചേർത്ത് കഴിക്കാൻ വളരെ രുചിയുള്ള ഒന്നാണ്. പൊട്ടുവെള്ളരി നമുക്ക് തൊലിയൊന്നും മാറ്റിക്കൊടുക്കേണ്ട ആവശ്യമില്ല. പൊട്ടുവെള്ളരി ഇതുപോലെ ഒന്ന് ചീന്തിയെടുത്താൽ തന്നെ തൊലിയെല്ലാം ക്ലീനായി വന്നോളും. കണ്ടില്ലേ, പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയെല്ലാം അതിമന്ന് തന്നെ വിട്ട് വരും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊട്ടുവെള്ളരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പൊട്ടുവെള്ളരി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ടപ്പാലിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാരയും 2 ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ചേർത്ത് നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ പൊട്ടുവെള്ളരി ഷേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. കട്ടപ്പാൽ ചേർത്ത നമ്മുടെ പൊട്ടുവെള്ളരി ഷേക്ക് ഞാനിതാ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കണ്ടില്ലേ, വളരെ രുചികരമായ ഒരു ഷേക്കാണിത്. നിങ്ങൾ തീർച്ചയായും ഈ പൊട്ടുവെള്ളരി വെച്ച് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഈ ചൂടിനും നമ്മുടെ നോമ്പ് തുറക്കും പറ്റിയ ഒരു ഐറ്റമാണിത്. ഇനി നമുക്ക് പൊട്ടുവെള്ളരി വെച്ച് വേറൊരു റെസിപ്പി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് 2 ഏലക്കായും കൂടി ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പൊട്ടുവെള്ളരി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുകയാണ്. കണ്ടോ, ഈ ചതക്കണത് വെച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. പഴുത്ത പൊട്ടുവെള്ളരി ആയതുകൊണ്ട് തന്നെ വേഗം പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. ഇങ്ങനെ ഉടച്ചെടുത്ത നമ്മുടെ ഈ പൊട്ടുവെള്ളരിയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 3 ശർക്കരയുടെ അച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതാണ് കേട്ടോ എൻ്റെ അടുത്ത റെസിപ്പി എന്ന് ഞാൻ പറഞ്ഞത്. 3ഉം കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ കിടിലൻ രുചിയിലുള്ള ഒരു ഷേക്ക് കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കട്ടകൾ ഉടയാത്ത നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അതോ കട്ടകളെല്ലാം ഉടച്ചെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. വളരെ രുചികരമായ ഒരു ഷേക്കാണിത്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വേനലിന് നമ്മൾ തീർച്ചയായും കുടിച്ചിരിക്കേണ്ട ഒരു ജ്യൂസാണിത്. ഇതിൽ കുറേ കട്ടകളൊക്കെ എടുക്കുന്നത് കൊണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, ഇനി ഞാനിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് നമ്മുടെ കട്ടപ്പാൽ അടിച്ചെടുത്ത നമ്മുടെ ഷേക്കും പിന്നെ നമ്മുടെ ശർക്കര വെച്ചുണ്ടാക്കിയ ഷേക്കും തമ്മിൽ ഒഴിച്ചു കൊടുക്കാം. 2ഉം നിങ്ങൾ കുടിച്ചു നോക്കൂ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വളരെ രുചികരമായ നമ്മുടെ ഈ പൊട്ടുവെള്ളരി ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. ഓക്കേ.